ഇനി അയാൾ പറയുന്നത് ബദരീങ്ങൾ ആണ്ടിനെ സംബന്ധിച്ച. ബദരീങ്ങളാണ്ട് ഇനി പണ്ട് തിങ്കൾ റമദാന്റെ പൗണേലണ്ട് ജാവു പ്രത്യേകമായിട്ടും എന്തോ പത്തുറും എർച്ചിരകരും നമുക്ക് വിതരണാക്കിനാർ. എന്തെങ്കിൽ ഈ ബദരീങ്ങളെ ആണ്ടൈത്തിക്കരണ്ട് നിങ്ങൾ നടത്തണോ അതിൽ ಖುಷಿ ഏത് സഹാബത്ര മാർഗൈത്തിക്കറി ചൊന്തുള്ളത് തെരുവായ തെരുൾ ഞങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ തെരുളേ തയ്ക്കോറു, നിങ്ങൾക്ക് അതേ ശാപ്പ, നിങ്ങൾ തെരുളേ ബാക്കിയാവണു ഭയങ്കരങ്ങളെ പോലെ. മനസ്സിലായില്ലേ? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലുണ്ടല്ലോ കേക്കടേ? പരിശുദ്ധ ഖുർആൻ നോക്ക്. ഉദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർളി തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രി വറസഖകും മിനത് ത്വയ്യിബാതി ലഅല്ലകും തഷ്കുറൂൻ. ആ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് ഉദ്കുറൂ, നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ അനുസ്മരിക്കണേ. ആ ബദർ യുദ്ധത്തിന്റെ സന്ദർഭങ്ങൾ നിങ്ങൾ അനുസ്മരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. യുനബ്ബിഹു തആല, അല്ലാഹു ഉണർത്തുകയാണ്. ആരോട്? അൽ മുഅ്മിനീൻ, മുഅ്മിനീൻ, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളോടും ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ മുഅ്മിനീങ്ങളോടും റബ്ബ് ഉണർത്തുന്നു. അലാ നിഅമിഹി അലൈഹിം വ ഇഹ്സാനിഹി ഇലൈഹിം. അതേ, അല്ലാഹു ബദർ യുദ്ധത്തിന്റെ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമല്ലേ ചെയ്തത്. അതിനെ ഓർക്കാൻ, അതിന് നന്ദി പ്രകടനം നടത്താൻ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളോടും അല്ലാഹു കൽപ്പിക്കുന്നു. നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ 4-ാം വാള്യം 40-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. പോരാ, ഇനിയും കേട്ടോ, മഹാന്മാര് പറയുന്നത് കേട്ടോ. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മുത്ലഖ് മുജ്തഹിദായ മഹാനല്ലേ, വലിയ അറിയപ്പെട്ട മഹാനല്ലേ. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാ, അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ് അയ്യഷ്കുറല്ലാഹ്, അല്ലാഹുക്ക് ശുക്ർ രേഖപ്പെടുത്തൽ, അല്ലാഹുക്ക് നന്ദി പ്രകടനം നടത്തൽ. ഫീ നസ്രിഹി ബിബദരിൻ, ബദറിൽ അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് സഹായം കൊടുത്തതിന്റെ പേരിൽ എല്ലാ മുസ്ലിമീങ്ങളും അല്ലാഹുക്ക് നന്ദി ചെയ്യുന്നത് നിർബന്ധമാണ്. തഫ്സീർ ഇബ്നു അബീ ഹാത്തിം 3-ാം വാള്യം 751. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുറുൽ മൻസൂർ 2-ാം വാള്യം 307. ഇനി നിങ്ങൾ ചോദിച്ചല്ലോ, ഏത് സ്വഹാബിയാണ് ബദരീങ്ങളാണ്ട് നടത്തിയത് എന്ന്. പഠിക്കാതെ വിവരക്കേട് പറയല്ല മൗലവി. കിതാബ് പഠിക്കൂല, ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി മുന്നിലിരുന്ന് ഒന്ന് ഓതി പഠിക്കൂല. ഏതോ പുസ്തകങ്ങളോ യൂട്യൂബോ ഗൂഗിളോ നോക്കിയിട്ട് ഇസ്ലാം പറയാൻ വേണ്ടി വന്നാൽ ഇതുപോലത്തെ മുസീബത്തുകളായിരിക്കും ലോകത്തിലുണ്ടാകുന്നത്. കേട്ടോ, ബദരീങ്ങളാണ്ട് നടത്തിയ സ്വഹാബിന്റെ പേര് വേണോ? അൻ ഖാരിജത്ത് ഇബ്നു സയ്യിദ് ഇബ്നു സാബിത്ത് നബി, ഖാരിജത്ത് ഇബ്നു സയ്യിദ് ഇബ്നു സാബിത്ത് തന്റെ ബാപ്പയാകുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് അന്നഹു കാന, സ്വഹാബിയാകുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു, യുഹീ, ഹയാത്താക്കുന്ന ആളായിരുന്നു. ലൈലത 23 മിൻ ശഹ്രി റമളാന, റമളാനിന്റെ 23-ാമത്തെ രാത്രി ഹയാത്താക്കും. വലൈലത 27, 27-ാമത്തെ രാത്രി ഹയാത്താക്കും. വലാക ഇഹ്യാഇഹി ലൈലത 17, റമളാൻ 17ന്റെ രാത്രി ഹയാത്താക്കുമ്പോൾ റമളാനിലെ ഒരു രാത്രിനെയും മഹാനവറുകൾ ഹയാത്താക്കുന്നില്ല. റമളാൻ 17 ബദരീങ്ങളാണ്ട്.
ആ റമദാൻ 17 രാത്രി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹയാത്താക്കാണ്. ഫഖീല ലഹു, അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, കൈഫ തഖുസ്സു ലൈലത 17, റമദാൻ 17 രാത്രി എന്തേ നിങ്ങൾ ഇങ്ങനെ പ്രത്യേകമായി കൊണ്ടാടുന്നത്? ഫഖാല, സയ്യിദ് ഇബ്നു സാബിത്ത് പറഞ്ഞു, ഇന്ന ഫീഹാ നസലൽ ഖുർആനു, അന്നത്തെ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. വഫീ സബീഹതിഹാ ഫുർരിഖ ബൈനൽ ഹഖ് വൽ ബാതിലി, അന്നത്തെ പിറ്റേത്തെ പകലിലാണ് ഹക്കിന്റെയും ബാത്തിലിന്റെ അടുക്കും വേർതിരിക്കുന്ന ബദർ യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ഈ റമദാൻ 17 രാത്രി ഞാൻ ബഹുമാനിക്കുന്നതും ഹയാത്താക്കുന്നതെന്ന് പറയുന്നത്. സ്വഹാബിയായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം തബറാനി മുഅ്ജമുൽ കബീർ 4865 നമ്പർ ഹദീസ് നോക്കിക്കോ. അതുപോലെ താരീഖുർ റുസുൽ വൽ മുലൂക്ക് 2-ാം വാള്യം 420 പേജ് നോക്കിക്കോ. ഇനി നോക്കിക്കോ, ഇമാം ഇബ്നു ഇസ്ഹാഖ് സീറത്തുൻ നബവിയിൽ ഉദ്ധരിക്കുന്നു, കാന സയ്യിദ് ഇബ്നു സാബിത്ത്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു യുഅല്ലിമു സാബിയത ശറ, റമദാൻ 17 രാത്രിയെ ബഹുമാനിക്കും ആദരിക്കും. വയഖൂലു, മഹാനവർകൾ പറയും, ഹിയ വഖഅതു ബദർ, ഇത് ബദരീങ്ങളെ ആണ്ടാണ്, ബദർ യുദ്ധം നടന്ന ദിവസമാണ്. ഏത് സ്വഹാബി നടത്തിയെന്നല്ലേ? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട് ബദരീങ്ങളാണ്ട്. അത് പഠിക്കാതെ വന്നിട്ട് എന്തിന് വിവരക്കേട് പറയല്ല മൗലവി. എന്ന് മാത്രമല്ല, റമദാൻ 17 ബദരീങ്ങളാണ്ട് ലൈലത്തുൽ ഖദ്റാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം അതിന്റെ പിറ്റേന്നാണ് ബദർ യുദ്ധം നടന്നത് എന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞത് കാണാം. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച്. ഫഖാല, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അശുക്കു വമാ അംതരി, ഞാൻ സംശയിക്കുന്നില്ല, അന്നഹാ ലൈലത്തു 17, അത് റമദാൻ 17 രാത്രിയാണ്. ലൈലത്തു നുസൂലിൽ ഖുർആനി വയൗമൽ തഖൽ ജംആൻ, ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്, ബദർ യുദ്ധം നടന്ന രാത്രിയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ പരിശുദ്ധ റമദാനിന്റെ 17ാമത്തെ ബദരീങ്ങൾ ആണ്ടിന്റെ രാത്രിയിൽ അന്നാണ് എന്നാണ് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഉത്ലുബൂഹാ ലൈലത 17, 17ാമത്തെ രാത്രിയിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ തേടിക്കുകോ മിൻ റമളാന, റമളാനിന്റെ. ഇമാം ബൈഹഖിയുടെ ഫളായിലുൽ ഔഖാത്ത്, അതുപോലെ തന്നെ ഇമാം ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ കാണാം, റമളാനിന്റെ 17ാമത്തെ രാത്രി ഇൽതമിസു ലൈലത്തുൽ ഖദ്രി 17, 17ാമത്തെ രാത്രി നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ തേടിക്കോ. ഫഇന്നഹാ സബീഹത്തു ബദരിൻ, അത് ബദർ യുദ്ധം നടന്ന ദിവസമാണ്, അന്നത്തെ രാത്രിയാണ്. ഇതാണ് സ്വഹാബത്ത് ലോകത്തോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ സുന്നികൾ 17 രാത്രി ബദരീങ്ങളെ പേരിൽ അന്ന് ബഹുമാനിക്കുകയും അന്ന് ദുആരക്കുകയും അന്ന് യാസീൻ ഓതുകയും അതുപോലെ ഇബാദത്തുകൾ ചെയ്യുകയും എന്നിട്ട് അവരുടെ പേരിൽ സദഖ നൽകുകയും ചെയ്യുന്നു. സദഖ നൽകുന്നത് അല്ലാഹുവിന് ചെയ്യുന്ന ശുക്രല്ലേ? സദഖ ശുക്രല്ലടോ മൗലവി. അപ്പൊ അതുകൊണ്ട് ആ ബദരീങ്ങളുടെ പേരിൽ അന്നദാനം വിതരണം നടത്തുന്നു. ആ അന്നദാനത്തിന്റെ സദഖയുടെ പ്രതിഫലം അത് മഹാന്മാരാകുന്ന ബദരീങ്ങളെ ഖബറിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ചുക്കും പഠിക്കാതെ ബാലപാഠം പഠിക്കാതെ ലോകത്ത് വന്നിട്ട് വിഡ്ഢിത്തരങ്ങൾ പറയാ. ഇതിനടുത്ത് പറയട്ടെ, ചരിത്രത്തിൽ നമുക്ക് കാണാം, ബദർ ശുഹദാക്കന്മാരില് അല്ലെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായ സഹാബിമാരില് ചില ആൾമാർ അങ്ക് പ്ലേഗ് പോലത്തെ സീക്ക് ബന്ധത്തെ അങ്ങ് മറിച്ചിരോ. ഞങ്ങളെ ഉസ്താദുമാർ എന്താവട്ടോ സീക്ക് ബന്ധെങ്കിൽ പേപ്പറിൽ എഴുതി കൊടുക്കറോ, ബദർ ശുഹദാക്കന്മാർ നിങ്ങൾ വിളിച്ചിട്ട് ദ്വാർന്നെങ്കിൽ എല്ലാം ഷിഫ. അങ്ങനല്ല, ഇത് ലോകത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധ ആശയ. അപ്പോ ബദരീങ്ങളുടെ പേരിൽ നമ്മളിപ്പോ അവരെ വിളിച്ച് സഹായം ചോദിക്കുന്നു. ആ ബദരീങ്ങളെ കൂട്ടത്തിൽ കുറെ ആളുകൾ പ്ലേഗ് രോഗം വന്ന് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ അവരോട് എങ്ങനെ ചോദിക്കാൻ? നല്ല കണക്കായി. നമ്മുടെ മൈക്കാലത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടർമാർ, എത്ര ഡോക്ടർമാർക്ക് ക്യാൻസർ ഉണ്ട് ഇല്ലേ? എത്ര ഡോക്ടർമാർക്ക് രോഗം വരുന്നുണ്ട്? എത്ര ഡോക്ടർമാർക്ക് ഷുഗറിന്റെ രോഗമുണ്ട്? ആ ഡോക്ടറുടെ അടുത്തേക്ക് ഷുഗർ രോഗികൾ പോകാറില്ലേ? ഷുഗർ ബാധിച്ച ഡോക്ടറിന്റെ അടുത്തേക്ക് ഷുഗർ രോഗികൾ മരുന്നിന് പോകാറില്ലേ? ഈ ഡോക്ടർമാർക്ക് ഒരു രോഗം വരുന്നില്ല എന്നാണോ ഇയാൾ വിചാരിച്ച്? ബദരീങ്ങളെ കഥ പോകട്ടെ, നമ്മുടെ നാട്ടിൽ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ
ആ ഡോക്ടർമാർക്ക് ഒരു രോഗം ഇല്ലാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഈ ഡോക്ടർമാരെ കൂട്ടത്തിൽ ഷുഗർ ഉള്ളവരുണ്ട്, അവരെ കൂട്ടത്തിൽ BP ഉള്ളവരുണ്ട്, അവരെ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, അവരെ കൂട്ടത്തിൽ പല പല രോഗങ്ങളുണ്ട്, ഹാർട്ട് രോഗമുള്ളവരുണ്ട്. എന്നിട്ട് ആ ഡോക്ടർമാർക്ക് രോഗികളാരും പോകാറില്ലേ? എന്ത് വിവരക്കേടാണോ പറയുന്നത്? അവരെ ശരീരത്തോടാണോ സഹായം ചോദിക്കുന്നത്? അവർക്ക് റബ്ബിന്റെ അടുക്കുള്ള ബഹുമാനവും മഹത്വവും അള്ളാഹു കൊടുത്ത സ്വീകാര്യതയും അത് കണക്കിലെടുത്തുകൊണ്ടാണ് ആ മഹാന്മാരെ നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അവരെ ശരീരത്തിലേക്ക് രോഗമുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല. എന്താ മകൾക്ക് പെൺകെട്ട് പറയാ രോഗം ഉണ്ടാന്നോ ഇല്ലേ നോക്കാൻ? എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്?